നമസ്കാരം. ഇപ്പോ നേമമണ്ഡലത്തിൽ ഇവിടുത്തെ CPM-ന്റെ നേതാവും അതോടൊപ്പം തന്നെ MLA മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ശിവൻകുട്ടി പരസ്യമായിട്ട് SDP-യുടെ ഒരു പിന്തുണ സ്വീകരിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? അല്ല, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യമായി വാങ്ങിയത് ഇന്ന് പരസ്യമായി വാങ്ങുന്നു എന്നുള്ളത് നമ്മൾ പറയില്ലേ, പണ്ട് മതിൽ ചാടി അവിഹിതമായിരുന്നെങ്കിൽ ഇന്ന് താലി കെട്ടി കൂടെ പുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു. പക്ഷെ കേരളത്തിൽ അത് ചെയ്യുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളോട് എങ്ങനെയാണ് അവരുടെ പാർട്ടി ചില കാര്യങ്ങളോട് നയവ്യതിയാനം നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആരും മറന്നിട്ടില്ലാത്തൊരു മുഖമാണ് അഭിമന്യുവിൻ്റെത്. രാഷ്ട്രീയമായി അദ്ദേഹം എതിർചേരിയിലായിരുന്നെങ്കിൽ പോലും ഒരു നല്ല ചെറുപ്പക്കാരൻ, ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വളർന്ന് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ബലിദാനി ആയതെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെയുള്ള സാധാരണപ്പെട്ട എത്രയോ ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിന്റെ നയത്തിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരായി പോരാട്ടം നയിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ചോരയിൽ ചവിട്ടി നിന്നും അധികാര കൊതിമൂത്ത ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ അവരുടെ അധികാര സൗധങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരെയൊക്കെ ബലി കഴിക്കുന്നു എന്നുള്ള വാക്കല്ല അതിന് കുറച്ചുകൂടി നല്ലത്. അവരുടെയൊക്കെ ഓർമ്മകളെ പോലും കുഴിച്ചു മൂടുന്ന നിലയിലേക്ക് മാറുന്നത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നതാണ്. അത് എന്നെക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കാണ്. കാരണം ഈ ചെങ്കൊടി പിടിച്ചപ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ നിന്ന് പാർട്ടിയും അതുപോലെ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ സർക്കാരും നയം വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു പ്രതികരണം സ്വാഭാവികമായും കേരളത്തിൽ, പ്രത്യേകിച്ച് നേമത്ത്, കാരണം നേമത്ത് ആണ് വർഗീയതയ്ക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. ഒരു സ്കീം കൊണ്ടുവന്നതിൽ പോലും വർഗീയത കണ്ട ഒരു മന്ത്രിയാണ് നമുക്കുള്ള വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അതിൽ വർഗീയത കാണുന്ന ഒരാൾ ഇത്രയും വലിയൊരു വർഗീയതയുടെ ഒരു കൂടാരത്തിലേക്ക് ചേക്കേറുകയും തനിക്ക് കിട്ടിയിട്ടുള്ള ഈ പിന്തുണയെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതും സ്വാഭാവികമായിട്ട് കേരളത്തിലെയും പ്രത്യേകിച്ച് നേമത്തെയും പ്രബുദ്ധരായ ജനത അതിന്റെ കൃത്യമായ വിലയിരുത്തൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ PFI എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനം, ഇതിന്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDP-യുടെ പിന്തുണ പരസ്യമാക്കി CPM തേടുന്ന സമയത്ത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ നിലപാട് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും നാം പ്രതീക്ഷിക്കുന്നത്? അല്ല, ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളതല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും നിലപാട് ഒന്നായിരിക്കും. അത് രാജ്യവിരുദ്ധ സംഘടനകൾക്ക് ഒരു തരത്തിലുള്ള സന്ധി ചെയ്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കും രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ അവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള ഒരു വ്യത്യാസമില്ല. പിന്നെ ഇവിടെ ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷത്തെ അടിച്ചമർത്തുന്ന, ഭൂരിപക്ഷങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ അടിച്ചമർത്തുന്ന, വിശ്വാസ പ്രമാണങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിൽ അപകടകരമാം വിധം CPM പയറ്റുന്നുണ്ട്. ആ CPM-ന്റെ ഇത്തരത്തിലുള്ള ഒരു നെറുകെട്ട രാഷ്ട്രീയത്തെ സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്ന വർഷം കൂടിയായിരിക്കും 2026 എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഞാൻ അതിനകത്ത് ഒരു കാര്യം കോട്ട് ചെയ്യുന്നത്, നമ്മളൊക്കെ മുമ്പ് ഒരു 2-3 വർഷം മുൻപ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിൽ പെട്ടെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും അതുപോലെ തന്നെ CBI-യുടെ ഉൾപ്പെടെയുള്ള വലിയൊരു ഏജൻസികളുടെ ഒരു വലിയ അന്വേഷണം നടന്നു കേരളത്തിൽ. നമ്മളെല്ലാവരും വലിയ റിപ്പോർട്ടുകൾ കണ്ടാണ്. കോയമ്പത്തൂരിൽ ഫ്ലൈറ്റിൽ വന്നിറങ്ങി കേന്ദ്രസേന കേരളത്തിലേക്ക് വന്ന് പല സ്ഥലങ്ങളിലും കേരള പോലീസ് പോലും അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ SDPI-യെ ഒളിഞ്ഞും തെളിഞ്ഞും താലോലിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു സുതാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം ഒരു ഏജൻസിക്ക് നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ വരും. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിധി എഴുതും. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ആയിരിക്കും ശിവൻകുട്ടിയെ നേമം നിയോജക മണ്ഡലത്തിൽ കാത്തിരിക്കുന്നത്. ഒരു സംശയമില്ല. ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ പല ഭീകരവിരുദ്ധ സ്ക്വാഡുകൾ, ഇപ്പോൾ മഹാരാഷ്ട്രയാണെങ്കിൽ മഹാരാഷ്ട്ര ATS, UPയുടെ പ്രത്യേകമായിട്ടുള്ള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ, അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഒരു പ്രത്യേക വിഭാഗങ്ങളുണ്ട് അതത് സർക്കാരുകളുടെ കീഴിൽ. അവരെല്ലാവരും പലപ്പോഴായിട്ട് നിരവധി ഭീകരവാദികളെ അവരുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. കേരളത്തിൽ പോലും വന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരള പോലീസ് ഇപ്പോൾ ഇന്ന് വരെ PFI പോലും നിരോധിച്ചിട്ട് പോലും ഒരു ഇസ്ലാമിക ഭീകരവാദിയെ പോലും അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? അല്ല, കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഈ ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യം വെച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ കേരളത്തിൽ ആകെ ഇടത് വലത് മുന്നണികൾക്ക് സഖ്യമില്ലാത്തത് അത് ലക്ഷറി തൊയ്ബയും ISIS മാത്രമായിട്ട്, അങ്ങനെ 2 സംഘടനകൾ മാത്രമായിട്ടാണ്. അവർ മാത്രമായിട്ടാണ് ഇല്ലാതുള്ളത്. ബാക്കി എല്ലാവരുമായിട്ട് ഇവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, എല്ലാവരുമായി ഇവർക്ക് രാഷ്ട്രീയ സഖ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ISIS-ന്റെയും ലക്ഷറി തൊയ്ബയും ഒഴിച്ചുള്ള മറ്റെല്ലാ ഭീകര സംഘടനകളുമായിട്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക്, നമ്മൾ ഒരാളെ മാത്രമല്ലല്ലോ, 2 പേർക്കും അതുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന UDF നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണോ? അല്ല. PDP-യുടെ വോട്ട് തരം പോലെ വാങ്ങുന്ന ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയം ഇതിൽ വ്യത്യസ്തമാണ്? അല്ല. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ഏത് ഭീകരവാദിയുടെയും വോട്ട് കൊണ്ട് ജയിച്ചു കയറിയാലും കുഴപ്പമില്ല, അധികാരം കിട്ടണം,
ആ അധികാരത്തിന്റെ സുഖലാളനകൾ കിട്ടണം, ആ അധികാരത്തിന്റെ അഴിമതിയുടെ അപ്പകഷ്ണം നുണയണം. ഇതാണ് കേരളത്തിലെ കഴിഞ്ഞ 69 വർഷത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഇടത് വലത് മുന്നണികൾ കേരളത്തിന് സംഭാവന ചെയ്തത്. മറ്റെന്താണ് സംഭാവനയായി ഉള്ളത്? അപ്പൊ ആ ചോദ്യം കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായി ചോദിക്കില്ലേ? 10 കുട്ടികൾക്ക് അല്ലെങ്കിൽ 10 തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഈ നിയോജക മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞ 69 വർഷക്കാലം കൊണ്ട് ഇടത് വലത് മുന്നണികൾക്ക് സാധിച്ചോ? കേരളത്തിൽ ഞാൻ 1000 കോടി രൂപയുടെ വികസനം നടത്തി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിനോട് നിങ്ങളൊന്ന് ചോദിക്കണം, താങ്കളുടെ മണ്ഡലത്തിൽ, താങ്കളുടെ സ്വന്തം മണ്ഡലത്തിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമുണ്ടോ? ഇല്ല. അതുപോലെ 10 ചെറുപ്പക്കാർ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് നൈപുണ്യ വികസനത്തിന് കൊടുക്കാൻ വികസന കേന്ദ്രങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിലുണ്ടോ? അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ ഏറ്റവും കഴിവുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെന്ന് അദ്ദേഹം തന്നെ പറയാണ്, വെളിയിൽ നിന്ന് ആരും പറയുന്നതല്ല. അദ്ദേഹം തന്നെ പറയാണ് ഞാൻ ഏറ്റവും കഴിവുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. അപ്പോൾ ഇത് കേരളത്തിന്റെ സാമാന്യ ജനം ചോദിക്കില്ലേ? നിങ്ങൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന കുട്ടികൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം, ഇത് കഴിവുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലാണോ നടക്കുന്നത് എന്ന് ചോദ്യമില്ലേ? അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് AI ടെക്നോളജിയുടെയും അതുപോലെ തന്നെ റോബോട്ടിക്സിന്റെയും ഒക്കെ വലിയ സാധ്യതകൾ തേടുന്ന ലോകം ആ നിലയിലേക്ക് വളർന്നു വരുമ്പോൾ, ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ടടുത്താണ് PRS ഹോസ്പിറ്റൽ. അവിടെ കീഹോൾ സർജറികളുടെ ഇനി റോബോട്ടിക് ഇതിന്റെ ഭാഗമായിട്ടാണ് നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അവർ വലിയ പ്രചരണ ബോർഡുകളൊക്കെ വെച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ലോകം സഞ്ചരിക്കുമ്പോൾ കേരളത്തിൽ എന്താണുള്ളത്? കേരളത്തിൽ ഈ പറയുന്ന പാമ്പ് കടിയേറ്റ് കുട്ടികൾ മരിക്കുന്ന വിദ്യാഭ്യാസ രംഗമാണോ നമുക്ക് വേണ്ടത്? നമുക്ക് ആ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലണ്ടേ? നമ്മളെ എന്തിനാണ് ടെക്നോളജിയുടെ വലിയ ലോകം തുറന്നിടുമ്പോൾ അതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത്? അതിലൊക്കെ വലിയ പങ്ക് വഹിക്കേണ്ട ഒരു മന്ത്രി അതിലാണോ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായി ചെയ്യണം. ഇനി ഒരു ചോദ്യം കൂടി നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്, രാജ്യവിരുദ്ധ സംഘടനകളുടെ അവരുടെ എച്ചിൽ പറ്റി ഈ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്ന ഒരാൾ നാളെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും രാജ്യം ഭരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത്? നാളെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും PADP-യുടെ ഒക്കെ വോട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം PM ശ്രീ പോലുള്ള നല്ല പദ്ധതികളെ രാജ്യത്തിന്റെ അഭിമാനമായി ഉയരാൻ സാധിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞ ആരോപണങ്ങൾ ഇന്ന് ഇലക്ഷന്റെ പടിമുറ്റത്തെത്തി നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ശരിയാണ്. അപ്പൊ അത് ജനങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുന്നു. അവസാനമായിട്ട് നേമത്ത് ശിവൻകുട്ടിയുടെ അവസ്ഥ എന്താകും? അവസാനമായിട്ട് നേമത്ത് ശിവൻകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ 2015 ഒരു നിയമസഭയ്ക്കകത്ത് ഒരു ചാട്ടം കണ്ടു കാണും. ഏറ്റവും അവസാനം ശിവൻകുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? ആ അവസ്ഥയായിരിക്കും. വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്നുള്ള അവസ്ഥയിലായിരിക്കും. വമ്പം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. തീർച്ചയായിട്ടും അത് ഞങ്ങളായിരിക്കില്ല. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, BJP കൊടുക്കുന്ന പരാജയത്തെക്കാൾ വലിയ പരാജയം അഭിമന്യുവിനെ പോലെയുള്ള സാധാരണപ്പെട്ട SFI സഖാക്കന്മാരുടെ ചോരയിൽ ചവിട്ടി നിന്ന് ചോര കുടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന നീചമായ രാഷ്ട്രീയത്തിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ കൊടുക്കാൻ പോകുന്ന അടിയാണ് ശിവൻകുട്ടിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയം വേണ്ട.